ഇത് എന്നാത്ത ചാതല്ലോ. ഒരു കർണാടക കല്യാണത്തിന് പോയി ഗൈസ്. നമ്മുടെ ഓഫീസ് അടക്കം ഇഷ്ടം പോലെ ബിൽഡിംഗ് ഉള്ള ഒരാളുടെ മോളുടെ കല്യാണമാണ്. 2 കിലോമീറ്റർ പോകാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് കല്യാണം നടക്കുന്ന യമണ്ടൻ ഓഡിറ്റോറിയത്തിന് മുമ്പിലെത്തി. പൈസയൊക്കെ കുറേ ഉണ്ടായിട്ട് വെറുതെ അങ്ങോട്ട് പൊട്ടിക്കൂലേ, അതാണ് എനിക്ക് അവിടെ എത്തിയപ്പോൾ ഫീൽ ചെയ്തത്. മുന്നേ തന്നെ 2 കുതിര, ഒരു കുതിരേനെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ കുറേ KGF സ്റ്റൈലുള്ള കുറേ ആൾക്കാർ, പിന്നെ ശിവനും പാർവതിയും, അങ്ങനെ കുറേ സ്റ്റാച്യൂസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഈ ഒരു കന്നഡ ഏരിയയിലൊക്കെ ഉള്ള ഒരു കൾച്ചറൽ ആർട്ട് ഫോംസ് ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവരുത്തെ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഓഡിറ്റോറിയം തന്നെ വേറൊരു വൈബാണ്. വലിയൊരു ഓഡിറ്റോറിയമാണ്. ഈ ഒരു ടൈപ്പ് അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ലൈവ് കച്ചേരി സൈഡിൽ. എനിക്ക് തോന്നുന്നത് ഈ സൗണ്ട് തന്നെ ഇത് വലിയൊരു ഓഡിറ്റോറിയം അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് വരുന്ന സൗണ്ട് വേറൊരു സൈഡിലുള്ള നമ്മുടെ ടപ്പാങ്കൂത്ത് പാട്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ശേഷം ഫുഡ്. ഇവിടെ ഓരോ ബാച്ചായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പാക്ക് പോയി നിന്നാലേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. പേര് പോലും അറിയാത്ത എന്തൊക്കെയോ സാധനങ്ങൾ ഇലയിൽ വിളമ്പിയിട്ടുണ്ട്. പക്ഷേ ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റാണ്. ഓരോ സെക്ഷനായിട്ടാണ് ഫുഡ്. ആദ്യം 2 ചപ്പാത്തി, ഇടിയപ്പം, അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വെജ് ബിരിയാണി വരും. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് പിന്നെ ചോറ് വരിക. പച്ചരി ചോറാണ്. അതായത് നമ്മൾ ഇരുന്ന് എണീക്കുന്നത് വരെ ഐറ്റംസ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് വിളമ്പിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് അവരുടെ വക ഒരു ചെറിയൊരു കവറിൽ ഒരു ഗിഫ്റ്റും തരും. ഈ കവറിൽ നമ്മൾ വെറ്റില, അടയ്ക്ക, പിന്നെ ഒരു തേങ്ങ ഉണ്ടാവും. ഓഡിറ്റോറിയത്തിന് പുറത്താണെങ്കിൽ ഏതാണ്ട് ഉത്സവപ്പറമ്പ് പോലെയാണ്. ഫുൾ ചാറ്റ്സ്, സ്വീറ്റ്സ് ഐറ്റംസ് എല്ലാം നമ്മൾ കുറേ എണ്ണമൊക്കെ ട്രൈ ചെയ്തു. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വെറ്റിലി അടക്കി മുറുക്കാൻ നല്ല രസമാണ്. പിന്നെ റൂമിലേക്ക് പോയി.